ഹലോ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ പ്രിയ ചെടി കൂട്ടുകാരെ, അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. ഇല്ലേ, ഇത് നിങ്ങൾ ചോദിച്ച പ്രകാരം നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ഇതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ആരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് എന്നോട് കട്ടിങ് ചോദിച്ചോ, എല്ലാവർക്കും കട്ടിങ് ഉണ്ട്. ഈ കട്ടിങ്ങായിട്ട് തന്നെ തന്നാൽ നിങ്ങൾക്ക് കിളുക്കില്ല. ഞാനതിനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വേര് ആയതിന് ശേഷം പിടിപ്പിച്ച് നിങ്ങൾക്ക് എത്തിച്ചു തരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറേ എണ്ണം വേര് പിടിച്ചു. അപ്പോൾ ദിവസം വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അവർക്കുള്ളത് വീണ്ടും ഞാൻ എത്തിക്കേണ്ടത് ഇന്നലെ കമൻറ്റ് വന്നവർക്ക് വേണ്ടി മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ഞാൻ നിറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വെയിലത്ത് വെക്കണ്ട കേട്ടോ, വെയിൽ ഒഴിവാക്കി കുപ്പി വയ്ക്കുക നല്ലത് തണലത്ത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് അപ്പുറം കൊണ്ട് വയ്ക്കണം. വീണ്ടും വീണ്ടും കാണിച്ച വീഡിയോ ഒന്നും ഞാൻ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. കുപ്പി നിറയെ വെള്ളം എടുത്തിട്ട് അതിനകത്താണ് നിറയ്ക്കേണ്ടത്. ഒരു 4-5 കമ്പൊക്കെ ഇങ്ങനെ നമുക്ക് ഇതിനകത്തോട്ട് വെക്കാൻ പറ്റും. വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും. അതെന്നോട് ആരോ ചോദിച്ചു, വെള്ളത്തിലിട്ടാൽ അത് ചീഞ്ഞു പോകുകയല്ലേ? ഈ വെള്ളത്തിൻ്റെ തണ്ട് മാത്രമേ ഇറങ്ങുന്നുള്ളൂ, ബാക്കിയൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ. അത്ര എണ്ണം തിക്കി അത്യാവശ്യം നമ്മൾ അതിനകത്തോട്ട് അങ്ങ് വെക്കുക. 3-4 വെക്കാം കേട്ടോ ഒരു കുപ്പിക്കകത്ത്. ഞാൻ ഓരോ കളർ ഓരോരുത്തർക്ക് വേണ്ടി എടുത്ത് കാണും. മുറിക്കാനൊക്കെ പ്രയാസമാണ്. ഇതുപോലെ ഹെൽത്തി ആണ്. പക്ഷേങ്കിൽ പ്ലാന്റ്സ് പൂവൊക്കെ തീർന്നില്ല, ഏറെക്കുറെ പൂ തീർന്നത്തിന്ന് വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ ആരോ ചോദിച്ചു ഇങ്ങനെ കമ്പ് വെട്ടെന്നും പറഞ്ഞ് ഇത് കിളുക്കത്തൊന്നുമില്ല കേട്ടോ. അത് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും മറുപടി ഇങ്ങനെ എഴുതുക എന്നുള്ളത് നമുക്ക് പ്രയാസകരമല്ലേ. അതുകൊണ്ടാണ് അതിനെല്ലാം മറുപടിയാണിത് കേട്ടോ. കമ്പ് മുറിച്ച് കളഞ്ഞ തളുത്ത് വരുന്നൊരു ചെടിയല്ലിത്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഈ കുപ്പി നിറച്ചതിന് ശേഷം നിങ്ങളിതിങ്ങനെ ഇട്ട് വെച്ച് 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് വാടും. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. വീണ്ടും നമുക്ക് അവർക്ക് വേര് വരും. ഒരാഴ്ചയാകുമ്പം ഹെൽത്തി ഇങ്ങനെ പൂവൊന്നും ഇല്ലാത്തതിൽ നിന്ന് നിങ്ങൾ ശേഖരിക്കുക. പൂവുള്ള ചെടിയിൽ നിന്ന് ഒടിക്കാൻ ഒട്ടും പറ്റുകയില്ല കേട്ടോ. ഞാൻ എന്നിട്ട് അവരുടെ അനുവാദമൊക്കെ ഒടിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കും. എന്നിട്ടാണ് ഞാൻ ഒടിക്കുന്നത്. നിങ്ങൾക്കിത് എത്തിച്ചു തരണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒത്തിരി കമൻറ്റുകൾ ചെടി വേണം എന്ന് പറയുന്നുണ്ട്. അത് വെറുതെ കട്ടിങ് എത്തിച്ചിട്ട് കാര്യമില്ല. വേര് പിടിപ്പിച്ച് ചെടിയായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എത്തിക്കാം. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അടുത്തുള്ളവർക്കാണെങ്കിൽ വന്ന് മേടിക്കാം. ഇപ്പം നല്ലൊരു എമൗണ്ട് നല്ലൊരു ക്വാണ്ടിറ്റിയിലുള്ള ചെടി തീർന്നു കഴിഞ്ഞു എനിക്ക് ഈ അടുത്തും കൊണ്ട്. ഇനിയിപ്പം ചെടികളിൽ പൂവിടുന്നത് ഇച്ചിരി പാടാണ്. മഞ്ഞായില്ലേ, ഇനി എല്ലാവരെയും പിടിപ്പിച്ചൊന്ന് സെറ്റാക്കിയിട്ടേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ മീഷോവിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു വലിയ പൈസയൊന്നുമില്ല, ഒരു 25 രൂപയ്ക്ക് ചെറിയ ഐറ്റവും വലിപ്പം കൂടിയ ഐറ്റം 30 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാലോ, 150 രൂപയൊക്കെ കൊടുത്താണ് നമ്മൾ ഓരോ ചെടി ചിലപ്പോൾ മേടിക്കുന്നത്. ചെടി കാണുമ്പോൾ നമ്മളെ വിലയൊന്നും നോക്കുകയല്ലേ. അങ്ങനെയല്ലേ എല്ലാവരും അല്ലേ? 100 രൂപ 80 രൂപ അങ്ങനെ 80 രൂപയ്ക്ക് 50 രൂപയ്ക്ക് കുറഞ്ഞൊരു പ്ലാന്റ് എൻ്റെ ഇല്ല. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി 25-30 റേറ്റിൽ ഞാൻ ചെടി എത്തിച്ചു തരാം. വെറുതെ കൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് എന്താ പറയുക, നമ്മുടെ മനസ്സിന് വളരെ ഒരു സന്തോഷമാണ്. ചെറിയൊരു പൈസയാണേലും കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ. നമുക്ക് കുറച്ച് പൂച്ചട്ടികളൊക്കെ വേറെ കളറൊക്കെ മേടിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ പിന്നെ എല്ലാവരും സന്തോഷമായിട്ട് എത്തിക്കുക. എല്ലാവർക്കും ഞാൻ എത്തിച്ചു തരുന്നതാണ്. പിന്നെ ഞാൻ ഓരോന്നും ഇങ്ങനെ പൂ കഴിയുമ്പോഴാണ് ഞാൻ മുറിച്ച് വയ്ക്കുന്നത്. അതൊക്കെ നിങ്ങളെ വീഡിയോ നോക്കി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. പിന്നെ ചെടി ഉള്ളവരും അങ്ങനെ തന്നെ സംരക്ഷിക്കുക. കൂടുതൽ ചെടികൾ പിടിപ്പിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കുവാണെങ്കിലേ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കഷ്ടപ്പെടണ്ട. 1 ലിറ്റർ ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 9-10 ദിവസം ഞാൻ ചെടിയുടെ അടുത്തോട്ട് വെള്ളമായിട്ട് ചെല്ലണ്ട കേട്ടോ. ഞാൻ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചെടിയായതുകൊണ്ടാണ് കാണിച്ചത്. കണ്ട ചെടിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. വീണ്ടും നമ്മൾ എന്തിനാണ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ എപ്പോഴും ഒരേ മനസ്സുള്ളവരായതുകൊണ്ടായിരിക്കും നമ്മൾ പിടിയുന്ന കൂട്ടുകാരായി മാറിയത്. എല്ലാവരെയും കാണാനും എടുക്കാനും ഒക്കെ നമുക്ക് ജഗദീശ്വരൻ അവസരം തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈക്വലായവ, അതുപോലെ ഒരേ സമാന്തര രീതിയിലുള്ളവ തന്നെയാണ് നമ്മൾ ആകർഷിക്കപ്പെടുന്നത് അല്ലേ. നമ്മളെവിടേക്കോ ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണിലിരുന്ന് ഈ ചെടികളുടെ ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് ഒരു പിടി കൂട്ടുകാർ എൻ്റെ ഒപ്പം ഉണ്ടെന്നറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോ കമൻറ്റിനും മറുപടി എഴുതി തന്നെ അയക്കുമ്പം എനിക്ക് എത്ര നേരമില്ലെങ്കിലും എനിക്ക് ജോലിയുണ്ട്. അതുകൂടാതെ വീട്ടിലെ ജോലിയുണ്ട്. പ്രായമായ അച്ഛനും അമ്മയും രണ്ടിടത്തുമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. ഇവർ 4 പേരെയും നോക്കിയതിന് ശേഷവും നിങ്ങളുടെ ഓരോ കമൻറ്റിനും ഞാൻ മറുപടി അയക്കും. ഇന്നലെ എനിക്ക് കമൻറ്റ് വന്നവർക്കുള്ള ചെടിയാണ് ഞാൻ ഇന്നലെ മുറിച്ചത്. ഇന്നത്തെ കമൻറ്റ് നോക്കാൻ നേരം കിട്ടിയില്ല. ഇപ്പം തന്നെ ഞാൻ കമൻറ്റിന് മറുപടി എല്ലാം ഇട്ടിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ കൂട്ടുകൂടുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഈ പ്രിയ കൂട്ടുകാരിയെ കൂടെ ഈ ചെടികൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്നും നമുക്ക് ഒന്നിച്ച് പ്രയാണം തുടങ്ങാം. നമുക്ക് ഒന്നിച്ചൊരു യാത്രയിൽ നമ്മുടെ കൂട്ടുകാരായിട്ട് ഈ ചെടികൾ വിരിക്കട്ടെ. വളരെ സന്തോഷകരമായ നമ്മുടെ ജീവിതയാത്ര
എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ സന്തോഷകരമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മൾ ശ്രമിക്കുക വഴി എന്താണ്, നമ്മൾ ചിന്തിക്കുന്ന എന്താണോ അതായി തന്നെ നമ്മൾ തീരും കേട്ടോ. നിങ്ങളുടെ കയ്യിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും നെഗറ്റീവ് ചിന്തകളും എല്ലാം മാറ്റിയിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നല്ല പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരിക. നല്ല നല്ല ചിന്തകൾ കൊണ്ടുവരുന്ന വഴി നിങ്ങൾക്ക് എണ്ണി 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 സൗഭാഗ്യങ്ങൾ വന്നുകൂടിക്കൊണ്ടിരിക്കും. എത്ര ദുരിതങ്ങളുണ്ടെങ്കിലും ആ ദുരിതങ്ങൾ മനസ്സിൽ ഒരിക്കലും ഓർക്കാതിരിക്കുക. നന്മ മാത്രം. ഈശ്വരൻ എത്ര നന്മകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നന്മകൾ എണ്ണി 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 നോക്കുക. നാളെ അതിനേക്കാൾ കൂടുതൽ എണ്ണങ്ങൾ നന്മകൾ വരും. എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ കൂടും. അതുകൊണ്ട് വയ്യെങ്കിലും മിണ്ടണ്ട. നമ്മളെ കേൾക്കാനേ ആൾക്കാരുള്ളൂ. നമ്മളെ ആരും സഹായിക്കാനൊന്നും വരികയില്ല. നമുക്ക് നമ്മൾ തന്നെയുള്ളൂ കേട്ടോ. നിങ്ങൾ ചെടികളൊക്കെ വെച്ച് സന്തോഷകരമായിട്ടിരിക്കുക. സന്തോഷമായിട്ട് നമുക്ക് ജീവിതം ഉള്ളിടത്തോളം കാലം കൂട്ടുകൂടി മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ അക്കൗണ്ടൊക്കെ റെഡി ആകുന്നിടം വരെ നിങ്ങളൊന്ന് കാത്തിരിക്കൂ. അല്പസമയം എനിക്ക് വേണം കേട്ടോ. ഓക്കെ കൂട്ടുകാരെ.